ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ശാസ്ത്രക്കുറിപ്പിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ NDS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark II F-12. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ NDS-01. അപ്പോൾ ഇന്ത്യയ്ക്കൊരു ഗതിനിർണയ ഉപഗ്രഹമുണ്ട്, അതിൻ്റെ പേരാണ് NDS-01. ആ NDS-01 ഈ കാണുന്ന GSLV Mark II F-12 എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. GSLV Mark II F-12 എന്ന റോക്കറ്റിൽ എന്താണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NDS-01 ആണ് വിക്ഷേപിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെൻകോവാക് OM. അപ്പം ഇന്ത്യ തദ്ദേശീയമായി ഒമിക്രോണിനെതിരെ ആദ്യമായിട്ട് ഒരു mRNA വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ജെൻകോവാക് OM. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ. ആരാണ് AI ഉച്ചകോടിക്ക് വേദിയാകുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ ആണ് ലോകത്തിലെ ആദ്യത്തെ AI ഉച്ചകോടിക്ക് വേദിയാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത. അപ്പോൾ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത ആരാന്ന് ചോദിച്ചാൽ റയാന അൽ ബർനാദിയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത. സൗദി അറേബ്യക്കാരിയാണ് റയാന എന്ന് മാത്രം എടുത്തു വെച്ചാൽ മതി. റയാന അൽ ബർനാദിയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത. രാജ്യം പഠിക്കണം, സൗദി അറേബ്യയാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സ്രഷ്ടാവ്, അതായത് നമ്മുടെ ChatGPT കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സാം ഓൾട്ട്മാൻ ആണ്. നമ്മൾ ChatGPTയിൽ ഓരോ നോക്കുമ്പോൾ തന്നെ ഓർക്കണം, അതിൻ്റെ സ്രഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ്റെ ChatGPTയിലാണ് നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്യുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി വെർജിൻ ഗാലക്റ്റിക്സ് എന്ന് പറയുന്നൊരു സ്പേസ് കമ്പനി വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് ഏതാണ് കമ്പനി എന്ന് ചോദിച്ചാൽ ആരാണ്? വെർജിൻ ഗാലക്റ്റിക്സ്. ആരാണ്? വെർജിൻ ഗാലക്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജ്ജത്തെയും ക്ഷാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി SpaceXന്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേര്. അപ്പോൾ നമ്മുടെ SpaceXന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വിക്ഷേപണങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരു വിക്ഷേപണമാണ് ദൂരദർശിനി. ആ ദൂരദർശിനിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ യൂക്ലിഡ് എന്തിനാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജ്ജത്തെയും ക്ഷാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ടാണ്. ഓക്കെ, 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ദൗത്യം ലൂണ 25. 2023 ഓഗസ്റ്റിൽ ചന്ദ്രനോടൊപ്പം റഷ്യയുടെ ദൗത്യം നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ലൂണ 25. പരാജയപ്പെട്ടു പോയി എന്നാണ് ലൂണ ചന്ദ്രനിലേക്ക് നടത്തിയതാണ് ലൂണ 25. ട്വിറ്ററിന് ബദലായി മെറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്. മീഥേൽ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് CQ-2 വിക്ഷേപിച്ച രാജ്യം. CQ-2 എന്ന് പറയുന്ന ഒരു ബഹിരാകാശ റോക്കറ്റ്, അതിൽ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ഇന്ധനമൊന്നുമല്ല, മീഥേൻ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഓക്കെ, ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം. അപ്പം പാകിസ്ഥാനിൽ ഒരു ആണവ നിലയം നിർമ്മിക്കുന്നുണ്ട്. അത് ആരുടെ സഹായമാണ്? നമ്മുടെ അയൽ രാജ്യമായ ചൈനയുടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ഒരു ആണവ നിലയം നിർമ്മിക്കുന്നത്. ആ ആണവ നിലയത്തിൻ്റെ പേരാണ് ചഷ്മ 5. ഓക്കെ, ചഷ്മ 5 മറക്കരുത്. ആണവ നിലയത്തിൻ്റെ പേരാണ് ചഷ്മ 5. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം. അപ്പം അതിൻ്റെ പേരാണ് എയോലസ് ആണ് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം. നമ്മൾ മെഗാട്രോപിക്സ് പഠിച്ചായിരുന്നു. മെഗാട്രോപിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? മെഗാട്രോപിക്സ് എന്തുമായിരുന്നു? ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? മെഗാട്രോപിക്സ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എയോലസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഉപഗ്രഹം. പൂർണ്ണമായും എത്തനോൾ എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ട് അല്ലേ? എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആദ്യത്തെ മെത്തനോളിൽ പ്രവർത്തിക്കുന്ന
ബസ്സോ അല്ലേ, മെത്തനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെത്തനോളിൽ ഓടിക്കുന്ന ബസ് ബാംഗ്ലൂരിലാണെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് എത്തനോളിൽ ഓടിക്കുന്ന കാറ് പുറത്തിറക്കിയത് ഇന്ത്യയാണ്. ഓക്കെ, ഈ ചന്ദ്രയാൻ 3 പറ്റിയാണ് പറയാൻ പോകുന്നത്. ചന്ദ്രയാൻ 3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ PV മുത്തുവേൽ എന്നാണ് ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് 2021 ഓഗസ്റ്റ് 23. അങ്ങനെ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ചന്ദ്രനിലെ പ്രതലത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. അപ്പോൾ ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയിലേക്ക് ലഭിച്ച ആദ്യം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് ഐ ആം ഫീൽ ലൂണർ ഗ്രാവിറ്റി എന്നാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ചന്ദ്രയാൻ 3. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. അപ്പോൾ പ്രദീപ് തലാപ്പിൽ എന്ത് കിട്ടി? ഏനി അവാർഡ് കിട്ടി. എന്തിനാണ് ഏനി അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും കൊടുക്കുന്ന പുരസ്കാരമാണ് ഏനി അവാർഡ്. ഏനി അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസയാണ്. അപ്പം ലിസ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്താ AI അവതാരിക. ഓക്കെ, AI അവതാരികയാണ് ലിസ. ഒഡീഷ TV-യിലാണ് ലിസയെ അവതരിപ്പിച്ചത്. വാർത്താ ചാനലായ ഒഡീഷ TV-യിലാണ് ലിസയെ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI അവതാരിക ലിസ. എന്നാൽ ഫെദ എന്ന അവതാരികയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അത് കുവൈറ്റ് ആയിരുന്നു. അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടെ വായിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് കുവൈറ്റ് ആണ്. എന്നാലും നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ വിനിമയ അവതാരിക അതാരാണ്? ലിസ ഒഡീഷ TV-യിൽ കേട്ടോ. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറൊരു IIT-നെ കുറിച്ച് പഠിച്ചു. മദ്രാസ് IIT പുറത്തിറക്കിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാരോസ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഒന്നുകൂടെ വായിക്കാം. മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചായിരുന്നു ബാരോസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ടാൻസാനിയ. ഓക്കെ, ഇതെപ്പോഴും നമുക്ക് അറിയാവുന്നൊരു കാര്യം. എപ്പോഴും റീസെൻ്റായിട്ട് എക്സാംസൊക്കെ ഒരുപാട് ചോദിച്ചതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദ്യത്തെ L1 സെപ്റ്റംബർ 2 നിശ്ചയിച്ചു അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തത് അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇന്ത്യയിൽ വിജയ നിക്ഷേപം കണ്ടെത്തിയത് എവിടെയായിരുന്നു? അത് റിയാസി ജമ്മു കാശ്മീരിലായിരുന്നു. കേരളത്തിൽ പഠിച്ചാണ് വിജയം കണ്ടുതുറന്ന് നടക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ജമ്മു കാശ്മീരിൽ. അപ്പോൾ ജമ്മു കാശ്മീരിലാണ് നിധിയും നിക്ഷേപം. അപ്പോൾ ലഡാക്കിൽ എന്താണുള്ളത്? ലഡാക്കിൽ നല്ല ഹൈഡ്രജൻ്റെ ടാങ്കൊക്കെ ഇരിക്കുന്നത് ലഡാക്കിലാണുള്ളത്. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇനി നമ്മുടെ ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചറിൻ്റെ പേരാണ് ബിയാട്രിസ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചറാണ് ബിയാട്രിസ്. ബിയാട്രിസിനെ ആരാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചറാണ് ബിയാട്രിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ അവതാരികനെ പഠിച്ചായിരുന്നു. ഫെദ കുവൈറ്റിൽ, ഇന്ത്യയിൽ പ്രാദേശികമായി ഒഡീഷ TV-യിൽ വന്ന ലിസ. ഇപ്പോൾ ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ AI ഇൻ്റലിജൻസ് ടീച്ചറാണ് ബിയാട്രിക്സ്. ടീച്ചറാണ് ബിയാട്രിക്സ്. ISROയുടെ ആദ്യ ഗഗയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികൾക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. അപ്പം യാത്രികർക്ക് പകരം പോവുകയാണ് നമ്മുടെ ഗഗയാൻ പദ്ധതിയിൽ ഒരു പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട്. അതിൻ്റെ പേരെന്ത് കൊടുക്കുമെന്ന് വെച്ചാൽ വ്യോമമിത്ര. അതായത് ബഹിരാകാശ പദ്ധതി, ബഹിരാകാശമായിട്ട് കൂട്ടി നിൽക്കുന്ന വ്യോമത്തിൽ അവരുടെ കൂടെ കൂട്ടുകാരനായിട്ടുള്ള മിത്രമായിട്ടുള്ള ആൾ വ്യോമമിത്ര. അപ്പോൾ വ്യോമമിത്രയാണ് യാത്രികർക്ക് പകരം പോകുന്ന മനുഷ്യരൂപമുള്ള റോബോട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗഗയാനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നു. TVD-1 ആയിരുന്നു അതിൻ്റെ ഉത്തരം. ഓർക്കുന്നുണ്ടോ വല്ലവരും? എന്തായിരുന്നു? ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 ആണ്. ആദ്യത്തെ പരീക്ഷണ ദൗത്യമാണ്
HTVD വന്നു. ഇപ്പോൾ പഠിച്ചത് എന്താണ്? ISROയുടെ ആദ്യ ഗഗയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടിനെ വ്യോമപുത്ര എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം മത്തിയാണ്. നമുക്കറിയാം മത്തിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വിലയൊക്കെ കൂടി വരികയാണ്. അങ്ങനെ ഒരുപാട് പഠനം നടത്തുന്നിടത്തോളം അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുമെന്ന് ഓർത്താൽ മതി. ജനിതക ഘടനയൊക്കെ കണ്ടെത്തിയ കടൽ മത്സ്യമാണ് എന്തെന്ന് പറയുന്നത്? മത്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ താക്കോൽദാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെ ഹംപ്ടൺ ഇ ഉദ്വാഡിയാണ്. അപ്പം ഡോക്ടർ ടെ ഹംപ്ടൺ ഇ ഉദ്വാഡി എന്താണ്? ഇന്ത്യയിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ പിതാവാണ്. ഒരു ടെ ഹംപ്ടൺ എന്നെങ്കിലും ഓർത്ത് വയ്ക്കുക. എന്താണ്? ഇന്ത്യയിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ പിതാവാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. ഓക്കെ, iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO ഒരു നാവിഗേഷൻ സംവിധാനം നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് നാവിക്. എന്നാൽ GPS-ന് ബദലായിട്ട് ഇന്ത്യ നിർമ്മിച്ച നാവിഗേഷൻ സംവിധാനമാണ് എന്താണെന്ന് പറയുന്നത്? നാവിക് ചിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. GPS-ന് ബദലായിട്ട് ഇന്ത്യ നിർമ്മിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ചിപ്പ്. അപ്പോൾ iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3D പ്രിൻ്റ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം അമേസ് 28 ആണ്, തിരുവനന്തപുരത്താണുള്ളത്. 3D പ്രിൻ്റ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28. ഓക്കെ, 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചായിരുന്നു, എന്താ? ലോകത്തിലെ ആദ്യത്തെ AI ഉച്ചകോടിക്ക് വേദിയാവുന്നത് ബ്രിട്ടനാണെന്നും 2023 ആഗോള ഉച്ചകോടിയുടെ വേദി ഇപ്പോൾ എവിടെയാണ്? ഇന്ത്യയാണ്. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തത് പരീക്ഷിച്ച രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരു മിസൈൽ പരീക്ഷിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈലാണ് ആര് പരീക്ഷിച്ചിരിക്കുന്നത്? നമ്മുടെ ഇസ്രായേൽ പരീക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. അപ്പോൾ ഇമോജൻ എന്താണ്? മോചനം നേടുക. ആർക്കൊക്കെ മോചനം വേണം? കുട്ടികൾക്കും മുതിർന്നവരും മോചനം വേണം. എന്തിൽ നിന്നാണ് മോചനം വേണ്ടത്? നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നത്തിൽ നിന്നാണ് ഇമോജൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇൻ്റർനെറ്റിൽ നിന്നുള്ള മോചനം. കുട്ടികളെയും മുതിർന്നവരെയും ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗത്തിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കുന്ന ക്ലിനിക്ക്. അതോടെ നോക്കി വയ്ക്കണം, ക്ലിനിക്കാണ് ഇമോജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ. എല്ലാവർക്കും അറിയാം, മോണിക്ക ആൻഡ് AI സ്റ്റോറിയാണ്. മോണിക്ക ഒരു AI സ്റ്റോറി ഉണ്ടോ? മോണിക്ക ആൻഡ് AI സ്റ്റോറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ. ഇത്രയേ ഉള്ളൂ. ശാസ്ത്രക്കുറിപ്പ് അവസാനിച്ചു. നെക്സ്റ്റ് ഒരു വീഡിയോ